നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പോസിറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപകുതി ധനുരാശിയിലും അവസാന മുക്കാൽ പകുതി മകരം രാശിയിലുമാണ്. അപ്പോൾ ധനുരാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജന്മത്തിൻ്റെ 2-3 ഭാവങ്ങളുടെ അധിപനായ ശനി 4-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനി ദോഷമാണ്. ആദ്യകാൽ പകുതി ഉത്രാട നക്ഷത്രക്കാരുടെ ആദ്യകാൽ പകുതി കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, സന്തോഷമില്ലാത്തൊരവസ്ഥ, സാമ്പത്തിക ചിലവ് വളരെയധികം കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ സാമ്പത്തിക ചിലവുകൾ വരുത്തി വയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക, ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ
അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ പ്രാർത്ഥിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, എള്ളുപായസ വഴിപാട് നടത്തുക, നെയ്യഭിഷേകം നടത്തുക, നെയ്വിളക്കർപ്പിക്കുക, അങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്യുക. ചെയ്ത് കുടുംബം സ്വർഗതുല്യമാക്കി മാറ്റുക. നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയി നിൽക്കുന്ന സമയത്താണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നറിയുകയും അതിൻ്റെ ഫലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദോഷങ്ങൾ മാറുകയും സുഖകരമായ അനുഭവങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നറിയുന്നത്. അപ്പോൾ ശനിയുടെ ഈ വക്രസഞ്ചാരം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ, സന്തോഷവും സമാധാനവും ഐശ്വര്യമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല. ജീവിതം ആനന്ദകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയം വളരെ നല്ല സമയമാണ്. ഈ ഒരു 139 ദിവസം, ജൂലൈ 13 മുതൽ നവംബർ 28 വരെയുള്ള ദിവസം, ഇത്രയും ദിവസം സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ തന്നെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഭഗവാനെ പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ ജീവിതം സന്തോഷകരമായി ആനന്ദത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയത്ത് പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക. കുടുംബത്തിനുള്ളിൽ പലതരം പ്രശ്നങ്ങളും ഉടലെടുത്ത് വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക, സന്തോഷത്തോടുകൂടി നേരിടുക. വിജയങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും അവസരങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വീട് വയ്ക്കുവാനും വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും യോഗങ്ങൾ കാണുന്നുണ്ട്. വീട് വയ്ക്കുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കുവാനോ അതായത് 139 ദിവസമേ നമുക്കുള്ളൂ, ആ സമയം കൊണ്ട് വീട് വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുവാനോ ഇതിനെല്ലാം കഴിയുന്ന സമയമായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ തേടി വരാനിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള കുറച്ച് ദിനരാത്രങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത്.